നമസ്കാരം. സ്പിരിച്വൽ ഗൈഡൻസ് സൊസൈറ്റിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെയധികം വിജ്ഞാനപ്രദമായ ഒരു വിഷയമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആത്മീയമായ ഏത് സാധനങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കും, പ്രത്യേകിച്ച് യോഗ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കൊക്കെ അറിയാൻ താല്പര്യമുള്ളൊരു വിഷയമാണ് ആത്മീയ ഊർജം തൻ്റെ ശരീരത്തിൽ എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ഓരോ ആളുകളുടെയും ആത്മീയമായ ഉന്നതി ഏത് ലെവലിലാണ്, താൻ സാധനയുടെ ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്നറിയാൻ ഓരോ ആത്മീയ സാധകനും കൃത്യമായ ഒരു താല്പര്യം, പ്രത്യേകമായ ഒരു താല്പര്യം ഉണ്ടായിരിക്കും. ഇത് മറ്റ് യോഗ ഗ്രന്ഥങ്ങളിലൊന്നും തന്നെ ഇതിനെപ്പറ്റി കൃത്യമായ ഒരു നിഗമനം, ഇതിനുള്ള ഒരു പദ്ധതി, തൻ്റെ ആത്മീയമായ പുരോഗതി എവിടെ എത്തി നിൽക്കുന്നു എന്നറിയാനുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു രീതിശാസ്ത്രം എവിടെയും രേഖപ്പെടുത്തിയിട്ടുള്ളതായിട്ട് അറിവില്ല. ഓരോ ആത്മീയ സാധകനും തൻ്റെ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നു എന്ന ഒരു നിഗമനത്തിലെത്തുകയാണ് പതിവ്. എന്നാൽ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കൃത്യമായിട്ട് നമുക്ക് നമ്മളുടെ ശരീരത്തിൽ നമ്മളുടെ ആത്മീയ ഊർജം ഏത് ചക്രത്തിലാണ് എത്തിയിരിക്കുന്നത്, ഏതെല്ലാം ചക്രങ്ങൾ തുറന്നു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാനുള്ള കൃത്യമായ ഒരു രീതിശാസ്ത്രത്തെ കുറിച്ചാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉദാഹരണത്തിന്, ഇതിൽ തന്നെ അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ മറ്റ് ചില വീഡിയോകളിൽ അത് സൂചിപ്പിച്ചിരുന്നു. ഏത് ആത്മീയ പദ്ധതി, യോഗ പദ്ധതി തന്നെ ആവണമെന്നില്ല, ഏത് ആത്മീയ പദ്ധതിയിൽ മുന്നേറുന്ന ഒരാൾക്കും അവനവന്റെ ഊർജനില മനസ്സിലാക്കാനുള്ള ഒരു രീതിശാസ്ത്രമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിൽ പ്രത്യേകിച്ചും യോഗശാസ്ത്ര പദ്ധതികൾ പിന്തുടരുന്നവർക്കാണ് ഈ ചക്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ഊർജത്തിന്റെ നിലകളെ കുറിച്ചുള്ള അനുഭവങ്ങൾ നേരിട്ട് അറിയുന്നത്. അതുകൊണ്ടാണ് യോഗ പദ്ധതി പിന്തുടർന്നവർക്ക് ഈ രീതിശാസ്ത്രം പ്രത്യേകമായും എളുപ്പത്തിൽ ഉപകരിക്കുമെന്ന് പറയാൻ കാരണം. ഈ യോഗ പദ്ധതിയിൽ തന്നെ മുമ്പ് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, രണ്ട് തരത്തിലുള്ള യോഗ പദ്ധതികളാണുള്ളത്. ഒന്ന്, അല്ലെങ്കിൽ പ്രാണായാമങ്ങളാണല്ലോ. ഒന്ന് നമ്മുടെ സ്വാഭാവികമായ ഈ ശ്വാസോച്ഛ്വാസത്തെ സൂക്ഷ്മവും ദീർഘവുമാക്കുന്ന സ്വാഭാവികമായ ഒരു രീതിയാണ്. അത് ശിവയോഗ, ഹംസവിദ്യ, സിദ്ധവിദ്യ, വാസിയോഗ, ശരയോഗ തുടങ്ങിയ യോഗമാർഗങ്ങൾ പിന്തുടരുന്നവര് ഈ തരത്തിലുള്ള അതിലാണ് ഫോക്കസ് ചെയ്യുന്നത്. അതായത് സാധാരണ എടുക്കുന്ന ശ്വാസത്തെ അത് തന്നെ സൂക്ഷ്മമാക്കുക, ദീർഘവുമാക്കുക. അപ്പൊ നമ്മൾ സാധാരണ ശ്വാസം എടുക്കുമ്പോൾ മുകളിലേക്ക് ശ്വാസം എടുക്കുന്നത് മാത്രമാണ് നമ്മൾ ഏറെക്കുറെ നമ്മൾ അറിയുന്നത്. എന്നാൽ ശ്വാസം വിടുന്നത് പൊടുന്നനെയാണ്, അത് ദീർഘമായിട്ടല്ല. എന്നാൽ ഈ പ്രാണായാമ സാധനകളിൽ നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതിലും കൂടി ഫോക്കസ് ചെയ്യണം, മനസ്സിനെ നിർത്തണം, അതിനെ ദീർഘിപ്പിക്കണം. അറിഞ്ഞുകൊണ്ട് തന്നെ ശ്വാസത്തെ പുറത്തേക്ക് വിടണം. നമ്മൾ ശ്വാസത്തെ അറിഞ്ഞുകൊണ്ട് ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, പക്ഷെ ആ പുറത്തേക്ക് വിടുന്നത് ഇങ്ങനെ പൊടുന്നനെ ഒരു വിടലാണ്. പകരം അതിനെ ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുന്ന അതേപോലെ തന്നെ ദീർഘമായി ശ്വാസത്തെ പുറത്തേക്കും കൂടി വിടാനുള്ള, ബോധപൂർവം പുറത്തേക്ക് വിടാനുള്ള പരിശ്രമമാണ്. അതാണ് ഈ പ്രാണായാമ സാധനം. അപ്പോ ഇത്തരം പ്രാണായാമങ്ങൾ അനുഷ്ഠിക്കുന്നവർ അല്ലെങ്കിൽ യോഗ പദ്ധതികൾ പിന്തുടരുന്നവര് നമ്മുടെ പുറത്തേക്ക് പോകുന്ന ശ്വാസത്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്, മനസ്സിനെ നിർത്തുന്നത്, അതിനെ ദീർഘിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്രമേണ ശ്വാസം ദീർഘവും ശുദ്ധവുമായി മാറുകയാണ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മളുടെ ചക്രങ്ങൾ, സുഷുമ്നയിലുള്ള, നട്ടലിലുള്ള ഊർജ കേന്ദ്രങ്ങൾ ഓരോന്നായിട്ട് സ്വാഭാവികമായിട്ട് തുറന്ന് ഊർജം, നമ്മളുടെ പ്രാണിക് ഊർജം ശിരസിനകത്തെ സഹസ്രാരത്തിലേക്ക് എത്താനുള്ള വിദ്യ ആണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. എന്നാൽ കുണ്ടലിനി യോഗ, ഹഠയോഗ പ്രാണായാമങ്ങളൊക്കെ ചെയ്യുന്നവര് അവരുടെ പ്രാണായാമം എന്നത് വളരെ ശക്തമായിട്ടുള്ള പ്രാണായാമമാണ്. അതില് പ്രാണായാമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മൾ നാഭി പ്രദേശത്തെ ചൂട് പിടിപ്പിക്കുക എന്നുള്ളതാണ്.
പ്രാണായാമം, ശക്തമായ പ്രാണായാമങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഈ നാഭി പ്രദേശത്ത് ഊഷ്മാവ് വർദ്ധിക്കും. അതിന്റെ ഫലമായിട്ട് അവിടുത്തെ നാഡികൾ തുറക്കപ്പെടും. അങ്ങനെ നാഡികൾ, അതിലത്തെ മാലിന്യങ്ങൾ നീങ്ങി തുറക്കപ്പെടുമ്പോഴാണ് നമ്മളുടെ ഊർജ പ്രസരണം സുഗമമാവുന്നത്. അങ്ങനെ തുറക്കപ്പെടുന്ന ചക്രങ്ങൾ, നാഡീകേന്ദ്രങ്ങൾ തുറക്കപ്പെടുന്നതിനെയാണ് ചക്രങ്ങൾ തുറക്കുന്നതായിട്ട് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പോ കുണ്ടലിനി യോഗ പോലെ അല്ലെങ്കിൽ ഹഠയോഗ പ്രാണായാമങ്ങൾ ചെയ്യുന്നവരിൽ ഈ ഊർജത്തിന്റെ പ്രസരണം വളരെ ശക്തിയോടുകൂടിയായതുകൊണ്ട് ഈ ചക്രങ്ങളിൽ അവ വന്ന് സംഭരിക്കപ്പെടുന്നതും അവിടെ നിന്ന് ചക്രങ്ങൾ തുറന്ന് മുകളിലേക്ക് പ്രവഹിക്കുന്നതൊക്കെ മറ്റ് യോഗ പ്രാണായാമങ്ങൾ ചെയ്യുന്നവരെക്കാൾ കൂടുതൽ സൂക്ഷ്മമായിട്ട് അവർക്ക് അനുഭവവേദ്യമാവും. അപ്പോ എന്നിരുന്നാലും ഈ രണ്ടു കൂട്ടർക്കും, രണ്ടു തരത്തിലുള്ള പ്രാണായാമം ചെയ്യുന്നവർക്കും താൻ എവിടെ എത്തി നിൽക്കുന്നു, ഒരു ഉപാസകന്റെ ഊർജനില എവിടെ എത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് പൊതുവായ തത്വത്തെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ പൊതുവായ തത്വം എന്താണെന്നെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, പ്രാണായാമം എന്നത് ഊർജത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ താപം വർദ്ധിപ്പിക്കുന്നതിനുള്ളതാണ്. അപ്പോ എവിടെയാണോ ഈ പ്രാണായാമമൊക്കെ ചെയ്യുമ്പോൾ ഏത് കേന്ദ്രത്തിലാണോ, ശരീരത്തിന്റെ ഏത് ഭാഗത്താണോ ഊഷ്മാവ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, ചൂട് കൂടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നത്, ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുടെ ജൈവോർജം, പ്രാണിക് എത്തി നിൽക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് ചക്രത്തിലാണോ ഈ പ്രാണിക് തടയപ്പെടുന്നത്, ആ ചക്രമാണ് ചൂട് പിടിക്കുന്നത്. ആ നാഡികളുടെ ആ സന്ധിയാണ്, ആ ജംഗ്ഷനാണ് ചൂട് പിടിക്കുന്നത്. അപ്പോ പ്രാണായാമങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ ആദ്യം കുറച്ചു കാലം പ്രാണായാമം പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നമ്മളെ നാഭി പ്രദേശത്താണ് ഊഷ്മാവ് വർദ്ധിക്കുക. അത് അത്ര തന്നെ നമുക്ക് ഫീൽ ചെയ്യില്ല, കാരണം അത് ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്തിട്ടല്ല, നാഭി പ്രദേശത്ത് മൊത്തത്തിലായതുകൊണ്ട് അത് അത്ര തന്നെ വളരെ സൂക്ഷ്മഗ്രാഹിയായിട്ടുള്ള, സംവേദിയായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷെ ഇത് തുടരുമ്പോൾ, ഈ ഉപാസനാക്രമം തുടരുമ്പോൾ, അനുഷ്ഠാനം തുടരുമ്പോൾ, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ മാസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നട്ടലിന്റെ ഏറ്റവും അടിവശത്തുള്ള ഒരു ടെയിൽ ബോൺ, ത്രികോണാകൃതിയുള്ള അസ്ഥിയുടെ ഏറ്റവും അടിഭാഗത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിന് ചുറ്റും ഊഷ്മാവ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായി നമ്മൾ പ്രാണായാമം അതിന്റെ ഗൗരവത്തിൽ അനുഷ്ഠിക്കുകയാണെങ്കിൽ ആദ്യം ഉണ്ടാവുന്ന ഫീൽ അതാണ്. നമ്മുടെ സുഷുമ്നയുടെ ഏറ്റവും അടിഭാഗത്തുള്ള ടെയിൽ ബോണിന്റെ ഏറ്റവും അടിയിൽ, അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ പ്രദേശത്ത് ഊഷ്മാവ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പ്രാണായാമം ചെയ്യുമ്പോഴും അത് കഴിഞ്ഞ് വിശ്രമാവസ്ഥയിൽ, ധ്യാനാവസ്ഥയിലേക്ക് ഇരിക്കുമ്പോൾ മൂലാധാരം ചൂട് പിടിച്ചതായിട്ട് നമുക്ക് അനുഭവപ്പെടും, അവിടുത്തെ ഊഷ്മാവ് വർദ്ധിച്ചതായിട്ട് അനുഭവപ്പെടും. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ലക്ഷണമാണ്. അപ്പോൾ അവിടെ നമ്മളുടെ പ്രാണിക് ഊർജം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ചുകൂടി സാധനയിൽ മുന്നേറുമ്പോൾ ആ ടെയിൽ ബോണിന്റെ അറ്റത്ത് ഒരു സൂചി മുനയുടെ അത്രയും ഭാഗത്ത് ഊർജം മുഴുവൻ കേന്ദ്രീകരിക്കപ്പെടുകയും അതിനെ ചുറ്റിപ്പറ്റി ആ ഭാഗം ഏറ്റവും ഒരു സൂചിമുന പോലെ പഴുത്ത് ചൂടായിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഇപ്പൊ നമ്മൾ ലെൻസൊക്കെ വെച്ചിട്ട് സൂര്യതാപത്തെ, സൂര്യപ്രകാശരശ്മികളെ പേപ്പറിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ പേപ്പറിൽ ഒരു ബിന്ദുവിൽ സൗരോർജം, ഈ പ്രകാശം കേന്ദ്രീകരിക്കപ്പെടുകയും അവിടെ ചൂട് പിടിച്ച് കത്തുകയും ചെയ്യുന്നുണ്ട്, ഒരു വൃത്താകൃതി. ഇതേപോലെ ഒരു ബിന്ദു, നമ്മളുടെ പ്രാണിക് ഊർജം മുഴുവൻ ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്യും. ആ നാഡിയിൽ, ആ ടെയിൽ ബോണിന്റെ ഏറ്റവും അടിയിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ബിന്ദു ക്രമാതീതമായി ചൂടുപിടിക്കുന്ന അനുഭവമാണ് ആത്മീയമായ സാധനയുടെ അടുത്തൊരു ലക്ഷണമായിട്ട്. അപ്പോൾ ഒരു പോയിന്റിൽ ഊഷ്മാവ് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് എത്ര സമയം നിലനിൽക്കും അല്ലെങ്കിൽ എത്ര കാലം അത് തുടരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് സാധകന്റെ ഈ സാധനയുടെ ഒരു തീഷ്ണതയെയും സാധകന്റെ നാഡികളുടെ വിന്യാസത്തിലുള്ള അല്ലെങ്കിൽ നാഡികളിലുള്ള മാലിന്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ ഊർജം അവിടെ നിന്ന് നീങ്ങും. അപ്പൊ ഈ പ്രാണായാമ സാധന തുടരുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ ആ ഭാഗത്ത്, ആ മൂലാധാരത്തിൽ പിന്നീട് തണുപ്പാണ് അനുഭവപ്പെടുക.
ആദ്യം പ്രാണായാമത്തിന്റെ തുടക്ക സമയത്ത് കുറെ സമയത്ത് മൂലാധാരത്തിൽ ചൂടാണ് അനുഭവപ്പെടുമ്പോൾ അപ്പൊ അവിടെ ഊർജം എത്തി എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഈ സാധന തുടരുമ്പോൾ ക്രമേണ അവിടെ തണുപ്പായിട്ട് മാറും. ഐസിന്റെ ഒരു ചെറിയ ക്യൂബ് ആ ടെയിൽ ബോണിന്റെ അടിയിൽ എടുത്തു വെച്ച പോലെ നമുക്ക് ഫീൽ ചെയ്യും. എ സിയിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ സീറ്റില് അടി കൂടെ എവിടുന്നാണ് ഈ തണുപ്പ് ഇവിടേക്ക് ഇങ്ങനെ കേന്ദ്രീകരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നത് പോലെ അവിടെ ആ ഫോക്കസ് ചെയ്തിട്ട് അവിടെ തണുപ്പ് അനുഭവപ്പെടും. അതിനർത്ഥം നമ്മളെ പ്രാണിക്കൂർജം ആ ചക്രത്തെ വിട്ട് മുകളിലേക്ക് കയറിയിരിക്കുന്നു എന്നാണ്. ഇതിന്റെ പൊതുതത്വം എന്ന് പറയുന്ന ഇതാണ്: എവിടെയാണോ പ്രാണിക്കൂർജം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ ചൂടും, ആ ചക്രം വിട്ട് പ്രാണിക്കൂർജം അടുത്ത ചക്രത്തിലേക്ക് നീങ്ങുമ്പോൾ ആ പഴയ നിന്നിരുന്ന സ്ഥലത്ത് തണുപ്പും അനുഭവപ്പെടും. അപ്പൊ മൂലാധാരത്തിൽ ചൂട് അനുഭവപ്പെടുമ്പോൾ അവിടെ പ്രാണിക്കൂർജം എത്തിയെന്നും, മൂലാധാരത്തിൽ തണുപ്പ് അനുഭവപ്പെടുമ്പോൾ പ്രാണിക്കൂർജം അവിടെ നിന്ന് സ്വാധിഷ്ഠാനത്തിലേക്ക് നീങ്ങി എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇപ്പൊ സ്വാധിഷ്ഠാനത്തിൽ ചൂടും മൂലാധാരത്തിൽ തണുപ്പുമാണ് അനുഭവപ്പെടുക. വീണ്ടും നമ്മൾ സാധന തുടരുമ്പോൾ സ്വാധിഷ്ഠാനവും തുറക്കുകയും സ്വാധിഷ്ഠാനത്തിൽ അനുഭവപ്പെട്ടിരുന്ന ചൂട് തണുപ്പായിട്ട് മാറും. ഇപ്പോൾ അത് മണിപൂരകത്തിലാണ് ചൂട് അനുഭവപ്പെടുക. അങ്ങനെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടാണ് പ്രാണിക്കൂർജം അല്ലെങ്കിൽ കുണ്ടലിനി ഊർജം നമ്മളുടെ സഹസ്രാരം വരെ എത്തുന്നത്. ഇപ്പൊ വിശുദ്ധി വരെയാണ് ഈ ഊർജത്തിന് ചൂട് അനുഭവപ്പെടുകയുള്ളൂ. നമ്മുടെ പ്രാണിക്കൂർജം വിശുദ്ധിയിൽ എത്തുന്നത് വരെയാണ് ചൂടായിട്ടും തണുപ്പായിട്ടും മാറി മാറി അനുഭവപ്പെടും. വിശുദ്ധിക്ക് മുകളിൽ പ്രാണിക്കൂർജം എത്തുമ്പോഴും അവിടെ നിന്ന് അടുത്ത ചക്രത്തിലേക്ക് ഗമിക്കുമ്പോഴും എല്ലാം തണുപ്പായിട്ടാണ് അനുഭവപ്പെടുക. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. വിശുദ്ധി വരെ മാത്രമാണ് കുണ്ടലിനി ശക്തിക്ക് അല്ലെങ്കിൽ പ്രാണിക്കൂർജത്തിന് ചൂടും തണുപ്പും അനുഭവപ്പെടുകയുള്ളൂ. വിശുദ്ധിക്ക് മുകളിലുള്ള എല്ലാ ചക്രത്തിലും അത് അമൃതിന്റെ തണുപ്പായിട്ടാണ് അനുഭവപ്പെടുക. നല്ല സുഖകരമായ ഒരു തണുപ്പായിരിക്കും. ഇപ്പോൾ പ്രാണിക്കൂർജം ആജ്ഞാചക്രത്തിലെത്തുമ്പോൾ ഈ പ്രദേശത്ത് നെറ്റിയിൽ മൊത്തമായിട്ടും പ്രത്യേകിച്ച് ഈ ആജ്ഞാചക്രത്തിൽ കേന്ദ്രീകരിച്ചും തണുപ്പാണ് അനുഭവപ്പെടുക, സുഖകരമായ തണുപ്പ്. അതുപോലെ അത് സഹസ്രാരത്തിലേക്ക് നീങ്ങിക്കഴിയുമ്പോൾ അവിടെയും തണുപ്പ് തന്നെയാണ് അനുഭവപ്പെടുക. അപ്പൊ ശിരസ് മൊത്തം ഒരു സുഖകരമായ ഒരു തണുപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോ ഇത് രണ്ടു കൂട്ടർക്കും രണ്ട് തരത്തിലുള്ള പ്രാണായാമങ്ങൾ അനുഷ്ഠിക്കുന്നവർക്കും ഈ അനുഭവം ഉണ്ടാവും. പക്ഷേ ഹംസവിദ്യയും സിദ്ധവിദ്യയും വാസിയോഗ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഓരോ ചക്രത്തിലെയും ഈ അനുഭവം ഫീൽ ചെയ്തു കൊള്ളണം എന്നില്ല. പക്ഷെ നിർബന്ധമായും അത് ഈ വിശുദ്ധിക്ക് മുകളിൽ ആജ്ഞാചക്രത്തിലും സഹസ്രാരത്തിലും എത്തുമ്പോൾ കൃത്യമായി അവർക്കും തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങും. അപ്പോ ആദ്യം പറഞ്ഞ കൂട്ടർക്ക് അതായത് ശക്തമായ പ്രാണായാമങ്ങൾ ചെയ്യുന്നവർക്ക് ഓരോ ചക്രത്തിലും ഈ ചൂടും തണുപ്പ് അനുഭവപ്പെടുമെങ്കിലും ഹംസവിദ്യയും വാസി പ്രാണായാമമൊക്കെ ചെയ്യുന്നവർക്ക് ഈ വിശുദ്ധി ചക്രം വരുന്നത് അനുഭവപ്പെട്ടു എന്ന് വരില്ല. മറിച്ച് വിശുദ്ധി കഴിഞ്ഞ് ആജ്ഞാചക്രത്തിലും സഹസ്രാരത്തിലും ഇരു കൂട്ടർക്കും അവിടെ പ്രാണിക്കൂർജം എത്തുമ്പോൾ തണുപ്പ് അനുഭവപ്പെടും. അപ്പൊ ഈ തരത്തില് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ ഏത് ആത്മീയ സാധന പിന്തുടരുന്നവർക്കും മനസ്സിലാക്കാൻ കഴിയും. നമ്മളുടെ ശരീരത്തിൽ ഊർജം എവിടെ എത്തി നിൽക്കുന്നു എന്ന്, കുണ്ടലിനി ഊർജം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതേ തത്വം ഉപയോഗിച്ചിട്ട് തന്നെ മറ്റ് സാധനകൾ, നാമജപം, മന്ത്രജപം അല്ലെങ്കിൽ ഭക്തിയോഗ, ഇങ്ങനെ ഏത് ജ്ഞാനയോഗ ഏത് പിന്തുടരുന്നവർക്കും ഈ എവിടെയാണ് നമ്മളുടെ ഊർജം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേറെയും വഴികളുണ്ട്. ഉദാഹരണത്തിന് നമ്മളുടെ മനസ്സ് എവിടെ ഫോക്കസ് ചെയ്യാൻ കഴിയുന്നുവോ അവിടെ നമ്മളുടെ പ്രാണിക്കൂർജം എത്തിയിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇപ്പോൾ നമ്മളെ നാഡികളൊക്കെ ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും മനസ്സിനെ ഫോക്കസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ കാലിന്റെ പെരുവിരലിൽ നമ്മൾ അതിനെ സ്മരിച്ചാൽ അവിടെ നമ്മുടെ മനസ്സ് നിർത്താൻ കഴിയണം. നമ്മൾ കാൽമുട്ടുകളിലാണ് നമ്മൾ ധാരണ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് മനസ്സിനെ അവിടെ ഫോക്കസ് ചെയ്യാൻ കഴിയണം. അല്ല നമ്മൾ നട്ടെല്ലിൽ ഓരോരോ ചക്രങ്ങളിലാണ് നമ്മൾ മനസ്സിനെ നിർത്തുന്നതെങ്കിൽ അവിടെ കൃത്യമായിട്ട് മനസ്സ് അവിടെ എത്തുന്നുണ്ട് എങ്കിൽ നമ്മളുടെ ഊർജം അവിടെ എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് ധ്യാനമൊക്കെ പരിശീലിക്കുമ്പോൾ ആദ്യം തന്നെ ഇവിടെയൊക്കെ ആജ്ഞാചക്രത്തിലോ
ഒക്കെ ഫോക്കസ് ചെയ്യാൻ പറയുമ്പോൾ മനസ്സ് അവിടെ നിൽക്കാത്തത്, അല്ലെങ്കിൽ സുഷുമ്നയിലൂടെയുള്ള ഈ പ്രാണപ്രവാഹത്തിൽ ഫോക്കസ് ചെയ്യാൻ പറയുമ്പോൾ മനസ്സ് അവിടുന്ന് വിട്ടുപോകുന്നതിന് കാരണം മനസ്സ് അവിടെ എത്താത്തത് കൊണ്ടാണ്, അല്ലെ നമ്മൾ പ്രാണികൂർജം അവിടെ എത്താത്തത് കൊണ്ടാണ്. അപ്പോൾ മനസ്സ് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നിടത്ത് പ്രാണികൂർജം എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിദ്യ കൂടി ഉണ്ട്. അതുപോലെ തന്നെ സിദ്ധവിദ്യയും ഹംസവിദ്യയും വാസിയോഗം ഒക്കെ ചെയ്യുന്നവർക്ക് വേറൊരു തരത്തിൽ കൂടി അവരുടെ ആത്മീയമായ ഉന്നതി മനസ്സിലാക്കാൻ കഴിയും. ശ്വാസം എടുക്കുമ്പോൾ ആദ്യം ഇരു നാസികളിലൂടെ ശ്വാസം എടുത്ത് സാവധാനം പുറത്തേക്ക് വിടുന്ന ആ പ്രക്രിയ ചെയ്യുമ്പോൾ ആദ്യം ഒന്നും ഈ പറയുന്ന ഒരു അനുഭവം ഉണ്ടായില്ല, പൂർണ്ണമായിട്ട് ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ. പക്ഷെ സാധനയിൽ മുന്നേറുമ്പോൾ നമ്മളുടെ മനസ്സ് ഒരു ബിന്ദുവിൽ ഫോക്കസ് ചെയ്യും. ആ ബിന്ദു ശ്വാസത്തോടൊപ്പം ആ ബിന്ദു സുഷുമ്നയുടെ മുകളിലേക്ക് ഉയർത്തുന്നതിനും ശ്വാസത്തോടൊപ്പം ആ ബിന്ദുവിൽ മനസ്സ് നിർത്തി പുറത്തേക്ക് വിടുന്നതിനും സുഷുമ്നയുടെ താഴേക്ക് കൊണ്ടുവരുന്നതിനും കഴിയും. അങ്ങനെ ആ ബിന്ദു എന്നുള്ള ഒരു പിടുത്തം, ഒരു കെട്ട്, ശ്വാസത്തിന്റെ ഒരു കെട്ട് നമ്മുടെ സുഷുമ്നയിൽ നമുക്ക് പിടുത്തം കിട്ടും. അത് ഈ വിദ്യകൾ കുറച്ചു കാലം പരിശീലിക്കുമ്പോഴാണ് നമുക്കത് ഒരു പിടുത്തം, ഒരു കേന്ദ്രം, ഈ ശ്വാസത്തിന്റെ ഒരു കേന്ദ്രം, അല്ലെങ്കിൽ ഒരു കെട്ട്, അല്ലെങ്കിൽ ഒരു എൻഡ് എന്നൊക്കെ പറയുന്നത്, ബിന്ദു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ അങ്ങനെയും പറയാം. അത് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും. അത് നമ്മുടെ സുഷുമ്നയിലൂടെ നമുക്ക് ചലിപ്പിക്കാൻ കഴിയും. അതിലൂടെ നമുക്ക് ശ്വാസത്തെയും ചലിപ്പിക്കാൻ കഴിയും. ഇങ്ങനെയും നമുക്ക് നമ്മളുടെ ആത്മീയ ഊർജത്തിന്റെ പ്രവാഹത്തിന്റെ ഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് നമ്മളുടെ ആത്മീയ നില എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ കുണ്ടലിനി ഊർജം നമ്മുടെ ശരീരത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. സൂക്ഷ്മമായിട്ട് നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്ക് തന്നെ ഇത് അറിയാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിൽ യോഗ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ, പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ചാനലിലൂടെ കാണാം. അപ്പോൾ കഴിയുന്നത്ര ആളുകളിലേക്ക് യോഗ പദ്ധതികൾ ആത്മീയ സാധനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നവരിലേക്ക് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ചാനൽ എത്തിക്കണം, അവർക്ക് ഷെയർ ചെയ്യണം, അവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ കഴിയട്ടെ. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഇത്തരത്തിൽ യോഗയുമായി ബന്ധപ്പെട്ട അതിനിഗൂഢവും രഹസ്യാത്മകവുമായ അനേകം വിഷയങ്ങൾ പ്രതിപാദിക്കുന്ന തുരീയം ബോധോദയത്തിന്റെ രാസവിദ്യ എന്ന പുസ്തകം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് അഡ്രസ് വാട്സാപ്പ് ചെയ്യുക.